ഷാജി ജോർജിൻ്റെ പുലരികൾ പൂക്കളിൽ എഴുതിയത് എന്ന കൃതിയിൽ ഏറെ ഹൃദയസ്പർശിയായ ജീവിതാനുഭവങ്ങളാണ് കുറിച്ചിരിക്കുന്നത്. തൻ്റെ വായനയിലൂടെയും അനുഭവങ്ങളിലൂടെയും തിരിച്ചറിഞ്ഞ സത്യങ്ങളെ 21 ചെറിയ ലേഖനങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാക്കി മാറ്റി. നമ്മുടെ എല്ലാം ജീവിതം വിടരുന്ന ഒരു പൂമൊട്ട് പോലെയാണ്. നമ്മെ തൊട്ടുണർത്തുന്നത് വലിയവനായ ദൈവത്തിൻ്റെ കൃപയുടെ സൂര്യകിരണങ്ങളാണ്. ക്രിസ്തു നമ്മിൽ വസന്തമായി വിരിയുമ്പോൾ നമുക്ക് പൂക്കാതിരിക്കാനാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തെ പ്രസാദാത്മകമായ ചിന്തകളിലേക്ക് നയിക്കുന്ന വെളിച്ചമാണ് പകർന്നു നൽകുന്നത്. മഴ ഒരു ധ്യാനമാണ് എന്ന കുറിപ്പിൽ എഴുത്തുകാരിയായ സുധാമൂർത്തിയുടെ ജീവിത അനുഭവങ്ങളാണ് പ്രതിപാദിക്കുന്നത്. സുധാമൂർത്തിയുടെ സുഹൃത്തായ മീനയുടെ ജീവിതത്തിൽ തിരിച്ചറിവിൻ്റെ പാഠം പകർന്നു നൽകിയ യാചകനായ ഗുരു, വ്യത്യസ്തമായ ഗുരുസങ്കല്പമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നാം സൂക്ഷ്മമായി പരിശോധിച്ചാൽ നാം നിസ്സാരമെന്ന് കരുതുന്ന അനേകം പേരിൽ നമുക്ക് അനേകം ഗുരുക്കന്മാരെ കണ്ടെത്താൻ സാധിക്കും. ഗൗതം ബുദ്ധൻ്റെ ജീവിതത്തെക്കുറിച്ച് ജ്ഞാനോദയം വഴികളിലെ സ്നേഹതീർത്ഥങ്ങൾ എന്ന കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. രാജകുമാരനായി സിദ്ധാർത്ഥനെ വിവാഹം കഴിച്ചെങ്കിലും അദ്ദേഹം കൊട്ടാരം വിട്ടിറങ്ങി 6 വർഷക്കാലം തപസ്സനുഷ്ഠിച്ചു. കഠിന വ്രതാനുഷ്ഠാനങ്ങളിൽ തളർന്നു വീണ അദ്ദേഹത്തെ സുജാത എന്നൊരു സ്ത്രീയാണ് പരിപാലിക്കുകയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തത്. സിദ്ധാർത്ഥൻ ഒരു അരയാൽ ചുവട്ടിലിരുന്ന് ബോധോദയം പ്രാപിച്ചതുകൊണ്ടാണ് അരയാൽ മരം ഇന്നും ബോധിവൃക്ഷം എന്ന പേരിൽ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചത്. എന്നാൽ കാലം ആവശ്യപ്പെടുന്നത് അരയാൽ മരങ്ങളെയല്ല, ബോധിവൃക്ഷങ്ങളെയാണ്. ഏതൊരു വ്യക്തിയുടെ സാന്നിധ്യമാണോ ഒരാളെ വെളിച്ചത്തിലേക്ക് ഉണർത്തുന്നത്, ആ ദിവ്യ സാന്നിധ്യം ഏകുന്ന വ്യക്തി ഓരോ ജീവിതത്തിൻ്റെയും ബോധിവൃക്ഷങ്ങളാണ് എന്ന വലിയൊരു സത്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. 2 കാലുകളും 2 കരങ്ങളും ഇല്ലാതെ ഈ ഭൂമിയിൽ പിറന്നു വീണ നിക്കിൻ്റെ ജീവിതത്തെ ചലിപ്പിച്ചത് അവൻ്റെ പരിസരത്തെ വൃത്തിയാക്കുവാനായിട്ട് എത്തിച്ചേർന്ന സാധു മനുഷ്യനാണ്. മറ്റുള്ളവരിൽ പുഞ്ചിരി വിരിയിക്കാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവം എടുത്തുപയോഗിക്കുന്ന മനോഹരമായ പുഞ്ചിരിയാണ് നിക്ക് എന്ന് അവൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപരനെക്കുറിച്ചുള്ള കരുതലാണ് സംസ്കാരം. ബുദ്ധിരാക്ഷസന്മാരെ സൃഷ്ടിക്കുന്നതല്ല ശരിയായ വിദ്യാഭ്യാസം. സംസ്കാരം സമ്പന്നന്മാരെ രൂപപ്പെടുത്തുന്നതാവണം. ഉയരുന്നത് നേട്ടമാണ്, ഉയർത്തുന്നത് മഹത്വമാണ് എന്ന ലേഖനത്തിൽ ജീവിതത്തിൽ ഉയർച്ചയുടെ പടവുകൾ കയറുന്നത് അഭിനന്ദനീയമാണ്. എന്നാൽ അനേകരെ ഉയർച്ചയുടെ പടവുകൾ കയറുവാൻ സഹായിക്കുന്നത് യഥാർത്ഥ മഹത്വത്തിൻ്റെ കിരീടമണിഞ്ഞവർക്ക് മാത്രമായിരിക്കും. സൂര്യ കൃഷ്ണമൂർത്തിയുടെ വാക്കുകളിലൂടെ കാത്തിരിപ്പിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ജീവിതത്തെ സുന്ദരമാക്കുന്നത് പ്രതീക്ഷകളാണ്. പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്ത് ജീവിതം ശൂന്യമാകും. VT ഭട്ടതിരിപ്പാടിൻ്റെ ജീവിതത്തിലൂടെ കണ്ണീരിൽ നിന്ന് കിനാവിലേക്ക് പറന്നുയരാൻ അക്ഷരജ്ഞാനത്തിൻ്റെ അഗ്നിച്ചിറകുകൾ നമ്മിൽ മുളയ്ക്കണമെന്ന് പറയുന്നു. അസ്തമയം കടലിൽ കുറിക്കുന്നത് ഒരിക്കലും കടലെടുക്കാത്ത പാഠങ്ങളാണ്. മറ്റുള്ളവരുടെ കാഴ്ചകൾക്ക് വേണ്ടിയുള്ളതല്ല നമ്മുടെ ജീവിതം എന്നുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാവുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ കാഴ്ചയുള്ളതായി തീരുന്നത്.